ഇത് തല തിരിഞ്ഞിട്ടല്ലോ, നീ നേരെ ഉണ്ടല്ലോ, നേരെ തിരിഞ്ഞിട്ട് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നല്ല തിരക്ക് പിടിച്ച പണിയിലാണ്. നമ്മുടെ ഇഡ്ഡലി മാവ് കണ്ടോ നിങ്ങൾ, പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്നലെ അരച്ച് വെക്കുമ്പോൾ ഒത്തിരി ലേറ്റായിട്ടോ. ഒത്തിരി ലേറ്റായെന്ന് വെച്ചാൽ 6:30 ആയി കാണും. അപ്പം ഞാൻ വിചാരിച്ചു, മഴയും ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് പൊങ്ങൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. രാവിലേക്ക് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതുപോലെ എൻ്റെ മനസ്സ് ആദ്യം നന്നായിട്ടൊന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി എന്തായാലും സെറ്റാവുമെന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സാമ്പാറും കൂടി തട്ടിക്കൂട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനകത്തൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. പരിപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അത് വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നാളായിട്ടു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് കുറേ നാളായല്ലോ വെച്ചിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടൊന്ന് കഴുകി ഇനി അതൊന്ന് തുടച്ചും കൊടുത്തു. ഇനി എല്ലാത്തിലും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും തടവി കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തു വെച്ചാൽ പാത്രത്തിൽ ഒരു പാത്രത്തിൽ ഒരു കുഴിയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാ കുഴിയിലും തടവി കൊടുത്തു. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എല്ലാ മാവിലും ഞാൻ ഒന്നിച്ച് ഉപ്പിടലില്ല, കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ്. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആരോ വെല്ലടിച്ചു, അങ്ങനെ നോക്കാൻ പോയിട്ടോ. അപ്പോൾ ഇവിടെയാണ് ട്യൂഷൻ, അങ്ങനെ ട്യൂഷൻ്റെ കുട്ടികളൊക്കെ വന്നതാണ്. പിന്നെ ഞാൻ ആദ്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലത്തേക്ക് മാവെടുത്ത ശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നെനിക്ക് പൊന്തിയതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്ന് നമുക്ക് ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ദോശയും കൂടി ഉണ്ടാക്കണം. ഒരു ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ബാക്കി ദോശ ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ ദാഹശമനി ഇടുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് വെള്ളത്തിന്. അങ്ങനെ ഇന്ന് എനിക്ക് വലിയ പാത്രം കിട്ടിയില്ല. അതിൽ ഞാൻ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു വെച്ചതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിലാണ് വെള്ളം ചൂടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിപ്പം തീരും. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആദ്യം വെക്കേണ്ടി വരും. അങ്ങനെ ഞാനിതാ അത് ഇഡ്ഡലി തീമ എന്നൊക്കെ പറഞ്ഞെങ്കിൽ സ്റ്റൗവിലേക്ക് വെച്ചു എന്നാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലത്തെ ഭാഷ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ തീമ വെക്കുന്നതെന്നൊക്കെയാണ്, അടുപ്പിൽ വെക്കുന്നതിനാണ് നാട്ടിൽ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ കയറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി അങ്ങനെ ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. മുരിങ്ങയ്ക്ക, പിന്നെന്താണ് ഒരു കായ ഇട്ടിട്ടുണ്ട്, പച്ചക്കായ. പിന്നെ വെണ്ടയ്ക്ക ഇട്ടീനി. കക്കരിക്ക ഞാൻ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ, അത് വേണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലാണ് മത്തൻ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി മത്തൻ മതി, മത്തൻ ഉണ്ടെങ്കിൽ പിന്നെ കക്കരിക്ക വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു സവാള എടുത്തു. പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ക്യാരറ്റ് തീർന്നു പോയിന്നേ, അത് വേണ്ടതായിരുന്നു. പക്ഷെ അതെനിക്ക് മറന്നു പോയിട്ടോ, തീർന്ന കാര്യം ഞാൻ ഓർത്തില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അങ്ങനെ മുരിങ്ങയ്ക്കും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലിട്ടിട്ടാണ് ഞാൻ പച്ചക്കറി വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടാട്ടോ. ഇനി എല്ലാം എനിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മത്തനും കൂടി ഒന്ന് മുറിച്ചെടുക്കണം. മത്തൻ മുറിച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് മുറിക്കാത്ത മത്തനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അതിനെ പീസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പീസല്ല കേട്ടോ, ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. വലിയെന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഒരു ഭാഗം
എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ട് അതും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതല്ല, ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മത്തൻ സാമ്പാറിലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ സാമ്പാർ എപ്പോഴും നന്നായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മിനിയാന്നൊരു സാമ്പാർ ഞാൻ ഉണ്ടാക്കിന്, അത് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ തന്നെ പുകഴ്ത്തുന്നൊന്നും വിചാരിക്കേണ്ട, ഹസ്ബൻഡിൻ്റെ സജഷനാണ് നന്നായിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സാമ്പാർ എപ്പോഴും നന്നാവണമെന്നില്ല കേട്ടോ. എപ്പോഴും ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഇല്ലയെന്ന് മാത്രമേ പറയലുള്ളൂ. അപ്പം ഇന്നലെ മിനിയാന്നാന്ന് തോന്നുന്നു, മിനിയാന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു സാമ്പാറിന്. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കൂട്ടിയപ്പോൾ ഭയങ്കര നല്ലതാണെന്ന്. കൂട്ടിയാലും തികയാത്ത മാതിരി തോന്നി എനിക്ക്. അങ്ങനെ നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ മത്തനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കക്കരിക്ക കൊണ്ടുവന്നത് നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടാണ്. അത് വേണ്ടാന്ന് വിചാരിച്ചു, ഒത്തിരി കഷ്ണങ്ങൾ ഇട്ടിട്ട് കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആദ്യമേ നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വിസിലടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 2 വിസിലടിച്ചാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും, വെന്തിട്ട് നല്ല പോലെ ഉടഞ്ഞിട്ടല്ല കേട്ടോ, ആവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറിന്. കുറച്ച് ഉടഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എന്താണ് വേവാണ്ട് നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ് എനിക്ക് തോന്നണത്. അപ്പം നമ്മളിതാ ഇപ്പുറത്തെ ഗ്യാസിൽ ചായക്കും കൂടി പാൽ വെക്കുന്നുണ്ട് കേട്ടോ. ചായ വെക്കാൻ വേണ്ടിയിട്ട് പാൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കും തക്കാളിയും കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറല്ല കേട്ടോ, എന്താണ് ഇഡ്ഡലി കുക്കറാണ്. അത് വിസിലടിച്ച് ലാസ്റ്റ് ഞാൻ അത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പം അതിൻ്റെ അടപ്പ് തന്നെ അത് തന്നെ തുറന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെന്തോന്ന്. അങ്ങനെ ഞാൻ അത് തുറക്കുന്ന കണ്ടിട്ട് ഞാനത് ഓഫാക്കി വെച്ചു. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തെടുത്തേക്കാമെന്ന് വിചാരിച്ചു. തണുത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് പുറത്തോട്ട് എടുക്കുകയാണ്. നല്ല ചൂടുണ്ട്, കൈയൊക്കെ ഇങ്ങനെ പൊള്ളണം, എന്നാലും എടുത്ത് വെച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ എണ്ണയിൽ വഴറ്റിയിട്ടാണ് സാമ്പാറിലേക്ക് ഇടുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് മുറിക്കുന്നത് കേട്ടോ. അത് അതിൻ്റെ കൂടെ ഇട്ടാൽ ഉടഞ്ഞ് താളി പോലെ ഇരിക്കും വെണ്ടയ്ക്കൊക്കെ. വെണ്ടയ്ക്ക എണ്ണയിൽ വഴറ്റിയിട്ട് അതിൻ്റെ എന്താണ് ആ പശ ഒന്ന് കളഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് സാമ്പാറിലിട്ടാൽ. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്കയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാമ്പാറിലിട്ടാലും ടേസ്റ്റാണല്ലോ. പിന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഈ മൂലയിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ എന്താണെന്നൊന്നും വിചാരിക്കേണ്ടത്, വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വറുക്കുമ്പോൾ അതിനകത്തോട്ട് ഇട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ റെഡിയായി. അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ വേസ്റ്റ് കവറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പാത്രം കിട്ടുന്നതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ലാസ്റ്റ് നമ്മളാണ് കഴുകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴുകിയെടുത്താൽ നമുക്ക് കുറച്ച് പണി ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ട് കത്തിയും കഴുകി വെക്കുന്നുണ്ട്. കത്തി നമുക്ക് ഇനി ആവശ്യമുണ്ട്. എന്തിനാണാവോ കഴുകി വെക്കുന്നത്, ഓരോരോ സാധനം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴുകി വെച്ച് പോന്ന്. അങ്ങനെ നമ്മുടെ ചായ അതിൻ്റെ ഇടയിലേ ഒരു വലിയ സംഭവം നടന്നു. ചായ പെട്ടെന്ന് തിളച്ച് മറിഞ്ഞ് വല്ലാണ്ട് നാനാകർമ്മം ആകുന്നുണ്ട് ഗെയ്സ്. അത് ഞാൻ എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് തെറ്റിയതായിരുന്നു. അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞ് ഗ്യാസൊക്കെ ഓഫായി എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ആദ്യമേ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോഴേക്ക് സ്പൂണൊന്നും കാണുന്നില്ല. അങ്ങനെ അതിനകത്തോട്ട് ചായപ്പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്നും കൂടി ഇളക്കിയെടുത്ത് പിന്നെ സിമ്മിൽ വെച്ചിട്ട് അവിടെ ചായപ്പൊടി വേകാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ കത്തി എനിക്ക് ആദ്യം ആവശ്യമുണ്ടെന്ന്, അങ്ങനെ കത്തി വീണ്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി എടുക്കുന്നുണ്ട് കേട്ടോ. തണുത്തത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഇഡ്ഡലി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിന്ന് ഒരു ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഹസ്ബൻഡിന് ദോശയെ പറ്റത്തുള്ളൂ. പിന്നെ മിന്നുട്ടിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് പറയും ദോശ വേണം, ഇന്ന് എന്താ മൂഡ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് മാവ് ഞാൻ ആ പാത്രത്തിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ദോശ പെട്ടെന്ന് ചുട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ എൻ്റെ ചായ ഞാൻ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ പാലൊക്കെ മൊത്തമായിട്ട് പുറത്ത് പോയിന്ന്. അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടേ തുടച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. സാമ്പാറിലേക്ക് വറുത്തിടേണ്ട പണി ബാക്കി തന്നെ. പിന്നെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ട് ഇടണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂജന റെഡിയാക്കാൻ വേണ്ടിയിട്ട്
പൂജയാണെങ്കിൽ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ യൂണിഫോമൊക്കെ ഇട്ടു. ഇന്നാണെങ്കിൽ ഹൗസ് ഡ്രസ്സാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ചെക്കായിരുന്നു ഇടേണ്ടിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഷൂ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട്. പൂജയ്ക്ക് മുടി കെട്ടാൻ അറിയില്ല കേട്ടോ, അപ്പം ഞാൻ തന്നെ കെട്ടിക്കൊടുക്കണം. അതുകൊണ്ട് സാമ്പാർ ഇതൊക്കെ വഴറ്റിയിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ടിട്ട് പോയാൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. അങ്ങനെ പെട്ടെന്ന് കടുകും പിന്നെന്താണ് ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ വഴറ്റിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. ഫസ്റ്റ് വെണ്ടയ്ക്ക കുറച്ച് വഴറ്റിയ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ വെക്കുന്ന ആ സംഭവത്തിലേക്ക് മറ്റ് പച്ചക്കറികളും പരിപ്പൊക്കെ വേവിച്ചില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് പൊടികളും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒത്തിരി കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒത്തിരി പൊടി വാരിയിട്ടു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ മസാല ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചൂടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, സോറി കേട്ടോ. മഞ്ഞൾപ്പൊടി നേരത്തെ കഷ്ണങ്ങൾക്ക് ഇട്ടതാണ്. അപ്പോൾ ഞാനതൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചതാണ്, കൈ ഇടാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകിയാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായും പിന്നെ കുറച്ച് മല്ലിയിലയും മാത്രമേ ഇടാനുള്ളൂ. അങ്ങനെ ഞാനത് തിളക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് പൂജാരെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. മുടിയാണെങ്കിൽ ഊരിയിട്ട് ഒരു രക്ഷയില്ല. എല്ലാവരും മുടി അങ്ങനെ തന്നെയാണ്, ഊരി ഒരു വിധമായി. എൻ്റെ നാട്ടിൽ പോയപ്പോൾ നല്ലപോലെ ഊരൽ നിന്നിട്ടുണ്ടായി. നല്ലതുപോലെ നല്ല കേട്ടോ, ഊരുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ മുടി വന്നതുപോലെയും ഊരാതിരിക്കുമ്പോൾ നല്ലൊരു നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു മൂക്ക വരത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഊരാൻ തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല. പൂജേർത്തും അതുപോലെ തന്നെ നല്ല മുടിയായിരുന്നു. പൂജേർത്തൊക്കെ നല്ല എൻ്റെ കുഞ്ഞിലെ മുടി പോലത്തതാണ് പൂജയുടെ മുടി, നല്ല പുക പോലത്തെ മുടിയായിരുന്നു. അവളതും അതെല്ലാം ഊരിപ്പോൾ കോല് പോലെ ആയി കിടക്കുന്നുണ്ട്. ഇനി അത് 2 ഭാഗത്തും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കും വേണം. സ്കൂളിൽ പോകുമ്പോൾ നിർബന്ധമാണ് കേട്ടോ. 2 ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഒരു ഭാഗത്ത് ഞെഞ്ഞിട്ട് കെട്ടിയാലും മതി. അപ്പം ഞാൻ ഇന്നിപ്പോൾ 2 ഭാഗത്ത് തന്നെ കെട്ടിക്കൊടുത്തു. അങ്ങനെ പൂജനെ റെഡിയാക്കിയിട്ട് അവൾക്ക് പെട്ടെന്ന് ഇഡ്ഡലിയും സാമ്പാറും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മല്ലിയില ഇടാൻ മറന്നു കേട്ടോ. അത് അവൾക്ക് കൊടുത്ത ശേഷമാണ് ഞാൻ മല്ലിയില അതിനകത്തോട്ട് ഇട്ടത്. ചായ ആണെങ്കിൽ ഞാൻ തണിയാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കൊണ്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഞാനും കുറച്ച് ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ചായ കാണുമ്പോൾ ഒരു വെപ്രാളാണ്. അതാണ് ഞാൻ ലാസ്റ്റ് ചായ കുടിക്കാനാകുമ്പോഴത്തേക്കും എനിക്ക് ചായ ഉണ്ടാവില്ല. കാരണം ഞാൻ അപ്പോഴത്തേക്കും ചായ കുടിച്ച് തീർക്കും. പിന്നെ ഞാൻ ചായ ഒന്നും വെക്കില്ല, പിന്നെ ചൂടുവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പെട്ടെന്ന് അവളെ ടിഫിനും കൂടെ റെഡിയാക്കിയിട്ടോ. അങ്ങനെ ടിഫിന് റെഡിയാക്കിയിട്ട് ഞാൻ അവളെ പറഞ്ഞു വിടുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ അവൾ പോയ ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഇനി നമുക്ക് 2-3 ദോശ ചുട്ട് വെക്കാം. ചിലപ്പോൾ മിന്നൂട്ടിക്ക് വേണ്ടി വരും, ഹസ്ബൻഡിനും വേണ്ടി വരും. അപ്പോൾ ഞാൻ ചുട്ട് വെച്ചിട്ട് മിന്നൂട്ടിനെ വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് 1-2 ദോശയൊക്കെ ചുട്ട് വെച്ച് നേരെ മിന്നൂട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. മിന്നൂട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നേരത്തെ അറിഞ്ഞോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അറിഞ്ഞ ആ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഞാൻ മെല്ലെ അവളെ വിളിച്ചു, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ പറഞ്ഞു. നല്ല മൂടായതുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ എടുത്ത് പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എടുത്ത് പൊക്കി കുറച്ച് സമാധാനിപ്പിച്ചിട്ടൊക്കെ എടുക്കണം, ആളൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയിട്ട് ഞങ്ങൾ പല്ല് തേക്കാൻ പോയിട്ടോ. അപ്പം ഇന്ന് ആളെ മൂഡ് ഓക്കെ ആണെന്ന് തോന്നുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല്ലൊക്കെ തേച്ച് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുടി കെട്ടിക്കൊടുക്കാനുണ്ട്. ഇവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മുടിയൊന്നും 2 ഭാഗത്ത് കെട്ടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവരെ വാരിയിട്ട് മുകളിലൊന്ന് കെട്ടിയാൽ മതി. പിന്നെ അവൾ സ്കൂളിൽ ആരോ ക്ലിപ്പിട്ടിട്ട് ഇങ്ങനെ മുടി അയച്ചിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ്. പിന്നെ സോസിലാണ് അവൾ വീണത്. ഞാൻ സോസ് തരാമെന്നൊക്കെ ടൊമാറ്റോ സോസ് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി കേട്ടോ. അങ്ങനെ ഇങ്ങനെ തന്നെ മതി. പിന്നെ ഇങ്ങനെ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ഈ പേക്രാന്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിയപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടോ ലവക്കയിൽ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി. പിന്നെ നമ്മൾ പെട്ടെന്ന് സോക്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് ചായ കൊടുത്താൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. ഏകദേശം ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. 7:45 ഇവിടെ നിന്ന് ഇവക്കും പോകണം കേട്ടോ.
7:55 ഇവരെ ബസ് പോവും. അപ്പോൾ അവിടത്തേക്ക് എത്തിക്കണം. അങ്ങനെ ഹസ്ബൻഡ് ഇന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു മനസ്സമാധാനമുണ്ട്, അല്ലെങ്കിൽ ഞാനും റെഡി ആവേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് അവളെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ കൊടുത്തു. ചായ കൊടുക്കുമ്പോഴാണെങ്കിൽ അവൾ സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു, സോസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഡ്ഡലിയും ഒരു ദോശയാണ് കൊടുത്തത്. അങ്ങനെ ഒരു ഇഡ്ഡലിയും ദോശേൻ്റെ പകുതി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി കഴിക്കണമെന്നൊന്നുമില്ല, ഇവർക്ക് എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ടല്ലോ സ്കൂളിൽ. 10-11 മണിയാകുമ്പോൾ 10-11 മണിയൊന്നുമല്ല കേട്ടോ, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. അപ്പോൾ ആപ്പിളാണെന്ന് ഫ്രൂട്ട്സായിട്ട് കൊടുത്തത്. ഇവിടെ സ്നാക്സൊന്നും മറ്റേ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആപ്പിളാണ് മുറിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഇഡലിയും ദോശയും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇഡലിയും ദോശയും പിന്നെ സോസാണ് വെച്ചത്, സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മുടെ ബാഗൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തിരക്കായിട്ടോ. അങ്ങനെ ID കാർഡൊക്കെ ഇട്ട് കർച്ചീഫൊക്കെ എടുത്ത് വെച്ച് മിന്നുട്ടി പോവാൻ റെഡി ആയിട്ടോ. അപ്പോൾ കുറച്ച് മുഖത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് എവിടുന്നോ ഒരു സ്റ്റോറി ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വലിയ ഇംഗ്ലീഷുകാരി വായിക്കുന്ന പോലെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ റെഡിയാക്കി ഹസ്ബൻഡ് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് ആൾ പോവാൻ വേണ്ടി റെഡിയായി. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ടാണ് വീഡിയോക്ക് നേരത്തെ അത്ര ക്ലിയർ ഇല്ലാത്തത്. ഞാൻ അവളെ കൂടെ പോകുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ബായ് പറയണം, അല്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഹസ്ബൻഡാണെങ്കിൽ അവളെ സ്കൂൾ ബസ്സിൻ്റെ അടുത്താക്കിയിട്ട് ജോലിക്ക് പോകും. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ അകത്തോട്ട് പോയി. എന്നിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ, ഇത്തിരി നേരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തിരി നേരം ഉറങ്ങി എഴുന്നേറ്റ ശേഷം ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണണേ.